ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറിയോ, ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മാങ്ങയുടെ വലിപ്പമുള്ള ജാതിക്ക. അതന്നെ, അതായത് നമുക്കൊരു ജാതിക്കയുടെ ഒക്കെ വലിപ്പം ഏകദേശം ഒന്ന് ഊഹിക്കാമല്ലോ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇനമായിട്ടുള്ള ഒരു ജാതിക്കയാണ്. നമ്മുടെ മൂന്നാർ റൂട്ടിൽ അടിമാലിയിൽ നിന്ന് മൂന്നാറിലോട്ട് പോണ വഴിക്ക് സുമിത് എന്ന് പറഞ്ഞിട്ട് മാതളിപ്പാറയിൽ സുമിത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ ഈ ഒരു പ്രത്യേക ഇനം ജാതിയുണ്ട്. അപ്പം നമുക്കിന്ന് പോയി ആ ജാതി ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സുമിത്തിയേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. സുമിത്തിയേട്ടൻ ഇവിടെ സ്പെഷ്യലായിട്ടൊരു ജാതി സുമിത്തിയേട്ടനായിട്ട് പുള്ളിയോട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുമിത്തിയേട്ടൻ നമുക്ക് ജാതിയുടെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ കാണിച്ചു തരും. ഈ പാപ് എന്നല്ല എൻ്റെ പേര്, പാപ് എന്നുള്ളൊരു ഇനമാണ്. പാപ് എന്നുള്ളത് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ ഒരു ഇനമാണ്. അപ്പോൾ ആ ഒരു വെറൈറ്റി നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടത്തില്ല. അപ്പോൾ ഈ ബഡ് ജാതിയും പാബും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ വരുന്ന ബഡ് എന്നുള്ള പേരിൽ വരുന്ന ജാതികളാണ് സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പാബ് എന്നുള്ള ഇനം വെറൈറ്റിയാണ്. അതിൻ്റെ അകത്ത് എന്താണ് പ്രത്യേകത എന്നുള്ളത് നമുക്ക് കാണാം. ഇതാണ് സാധാ ഇനത്തിൽപ്പെട്ട ജാതിക്കായും ഇത് പാബ് ഇനത്തിൽപ്പെട്ട ജാതിയാണിത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിൻ്റെ ഏത് പത്രി ജാതി കായ എടുത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. ഇതുണ്ടോ? ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇരട്ടി വ്യത്യാസം എന്ന് പറയാനല്ലേ? രണ്ട് കാ ചേർന്നാലും ഒരു സൈഡിൽ കവർ ചെയ്യാനുള്ള തൂക്കമേ കിട്ടില്ല. ഇത് വെയിറ്റ് തീരെ കുറവാണ്, പള്ളാസ് കാനമുള്ളത്. പക്ഷെ ഇതിന്റെ കായും കൂടെ എടുത്ത് കാണിച്ചു തരാം. അത് ഈ കായും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഈ ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ ഫ്ലവർ എടുക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. ഇങ്ങനെ അടന്നു പോരാ കിട്ടിയല്ല, ഇത് അടന്നു പോകും. അതാണ് ഇതിന്റെ കുഴപ്പം. നേരെ നമുക്ക് ശരിക്കും നല്ല ഷേപ്പിൽ ഫുള്ളായിട്ട് കവർ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇതാണപ്പോ രണ്ടിനവും തമ്മിലുള്ള വ്യത്യാസം തന്നെ കണ്ടറിയാം. ഇതാണെങ്കിൽ ഒരു 900 എണ്ണെങ്കിലും വേണ്ടി വരും ഒരു കിലോയ്ക്ക്. എന്നാലും തൈവം എന്നുള്ള 900 ഏറ്റവും കുറഞ്ഞത്. ഇത് 320 എണ്ണം മതി. അല്ലെങ്കിൽ 330 കായ ഉണ്ടെങ്കിൽ മറ്റേതിന്റെ തൂക്കമാവും. ഇതൊരു 600 എണ്ണെങ്കിലും വേണം ഒരു കിലോയ്ക്ക്. ഇത് 80 എണ്ണം മതി ഏറ്റവും കൂടുതൽ. 70-80 ഇറക്കി കിട്ടും. അപ്പോൾ ഇതിന്റെ തൂക്കം ഒന്ന് നോക്കാം. നമ്മളൊരു 8 കാ വെച്ച് തൂക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 110 ഗ്രാം അത് ഉണ്ടായിരുന്നു അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കിനി ഇതേ സമയം മറ്റേ സാധാരണ ജാതിക്ക ഒന്ന് എട്ടെണ്ണം എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ അതിന്റെ തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 ഗ്രാം മാത്രമേ ഉള്ളൂ. അതായത് നേരെ പകുതിയാണ്. നമ്മൾ ഏകദേശം കൂടുതൽ കാ വെച്ചപ്പോൾ നമ്മൾ എണ്ണി കാണിക്കും 2, 4, 6, 8, 10, 12, 14, 15 ഏകദേശം ഇരട്ടി കാ വെച്ചപ്പോഴാണ് 110 ഗ്രാം വന്നത്. ഇനി പത്രിയുടെ തൂക്കം ഒന്ന് നോക്കാം. നമ്മളിവിടെ 2, 4, 6, 8, 10, 12, 14 നമ്മുടെ ഫാബ് ഇനത്തിൽപ്പെട്ട ജാതിക്കയുടെ ഏകദേശം ഒരു 14-15 പത്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 ഗ്രാം തൂങ്ങുന്നുണ്ട്. അതേസമയം വലുതിൻ്റെ എണ്ണമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ജാതിക്ക ഏകദേശം 70ഓളം പത്ത് വെച്ചപ്പോഴാണ് 50 ഗ്രാം വന്നത്. അപ്പോൾ നമുക്കിത് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു വ്യത്യാസം തന്നെയാണ്. ചേട്ടാ, ഈ നിൽക്കുന്നത് ഇവിടുത്തെ മാതൃവൃക്ഷമാണ്. ഇതിൽ നിന്നാണ് നമ്മുടെ ബാക്കിയെല്ലാം വന്നിരിക്കുന്നത്. ഇതിന് എത്ര വർഷം പഴക്കമാണ്? 35 വർഷം അടുത്തത്. 35 വർഷം പഴക്കമുണ്ട്. അപ്പം നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, സാധാരണ ഒരു ബഡ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുന്തി എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു ബഡ് ജാതി, അതും നമ്മുടെ ഇവിടുത്തെ പാബ് എന്നുള്ള വെറൈറ്റി നമ്മളുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കായല വൈപ്പും അതിന്റെ പത്രിക്കനമാണ് മോഡൽ. അപ്പം ഇത് സാധാ ജാതിക്ക് ഒരു 10-400 അടുത്ത് വേണം ഒരു കിലോ കിട്ടുന്നത്. 1 കിലോ ഇതാണെങ്കിൽ 70 എണ്ണത്തിന് 75 എണ്ണത്തിന് 1 കിലോ കിട്ടും. ജാതി പത്രി തന്നെയാണെങ്കിലും ഒരു 320 എണ്ണം മതി. 320 എണ്ണം മതി. ഇപ്പം ഏകദേശം ഇപ്പൊ കിലോയ്ക്ക് ഏകദേശം എത്ര വില ഉണ്ട്? ഇപ്പൊ കായ്ക്ക് 1 കിലോ 320 രൂപയുണ്ട്. അപ്പൊ ഇതിന്റെ കായെണ്ണം നോക്കുവാണെങ്കിൽ സാധാരണ വെട്ടിജാതിയിലുള്ള അത്ര എണ്ണം കാ തന്നെ ഇതിലുണ്ടാവുന്നുണ്ടോ?
പിന്നെ കണ്ണുണ്ടാകുന്നത് അതിൽ കൂടുതൽ എണ്ണം ഉണ്ടാകുന്നുണ്ട്. എല്ലാ വർഷവും നല്ല കാര്യം പിടിക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു റേഷ്യോ നോക്കുകയാണെങ്കിൽ സാധാരണ ഇപ്പം ഏറ്റവും പ്രൊഡക്ഷനിലുള്ള ഒരു മറ്റൊരു ഇനത്തിൽപ്പെട്ട ബഡ്ജാതി തമ്മിലും ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജാതിയിൽ നിന്ന് ഏകദേശം എത്ര മടങ്ങ് ഒരു സീസണിൽ നമുക്ക് കിട്ടുമായിരിക്കും? മറ്റേ സാധാ ജാതിയിൽ നിന്നൊരു 4 മടങ്ങി കൂടുതൽ കിട്ടും. അപ്പൊ ബാക്കി ഇതിന്റെ അകത്ത് ഇതിന്റെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകമായിട്ട് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട അങ്ങനെ എന്തെങ്കിലും ഒന്നും വേണ്ട. ഇത് പൊതുവെ രോഗപ്രതിരോധ ശേഷി ഉള്ള ഇനമാണ്. മറ്റേനേക്കാൾ രോഗപ്രതിരോധ ശേഷിയുണ്ട്. നല്ല കായ്ഫലം എല്ലാ വർഷവും തരുകയും ചെയ്യും. കായയുടെ വലുപ്പമാണ്. പിന്നെ അതിന്റെ ഷേപ്പിന് ഏറ്റവും വലിയ വ്യത്യാസം ഒരു മാംഗോ ഷേപ്പാണ്, ഒരു മഴത്തുള്ളിയുടെ ഷേപ്പാണ്. അതെല്ലാം ഇതിനൊരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളിപ്പോ ഇവിടുന്ന് ജാതി മറ്റെവിടെയെങ്കിലും നഴ്സറി വഴി കൊടുക്കുന്നുണ്ടോ? ഇല്ലില്ല, നമ്മളിവിടെ നേരിട്ട് ഇവിടെ തന്നെ ഈ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ ഫാബ് എന്നുള്ള ജാതിയുടേതായി കിട്ടത്തുള്ളൂ. അപ്പൊ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നേരിട്ട് ബന്ധപ്പെടുക. നമ്മള് ഡീറ്റെയിൽസ് എല്ലാം തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം പറയുവാണെങ്കിൽ ഇപ്പം ജാതി ഈ കൃഷിയിലോട്ട് വരുമ്പോൾ ഇത് നമ്മൾ നടുന്ന രീതി കാര്യങ്ങളൊന്നും പറയാം. നടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു 3 അടി കുഴി എടുക്കണം. 3 അടി കുഴി എടുത്ത് അതിനകത്ത് ചാണാപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്കം ഇതെല്ലാം ഇട്ട് നിറയ്ക്കണം. നിറച്ച ശേഷം ചെറിയൊരു പിള്ളക്കുഴി എടുത്തിട്ട് അതിൽ വേണം തൈ വെക്കാനായിട്ട്. ഇതിപ്പം നീർവാർച്ച എങ്ങനെയായിരിക്കണം? വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല. ചോട്ടിൽ വെള്ളം പാടില്ല. സാധാരണ മറ്റു ഒരു 40% ഷെയ്ഡും വേണം. വളം നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? വളം ജൈവവളമാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് വർഷത്തിൽ എത്ര വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാം. അത് ജൂൺ മാസം മഴ കിട്ടിയ ശേഷം ചെയ്യാം. പിന്നെ ഇതിന്റെ ചോട്ടില് ചപ്പ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട്? വേനക്ക് ചപ്പിട്ടിട്ട് വലിയ വേനെല്ലാം വരുവാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കും. പിന്നെ ഇതിന്റെ മറ്റ് ഇതിൽ നിന്ന് നമ്മൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഇതിന് പല രീതി ഉണ്ടാക്കാം. ഇത് നമുക്ക് ജാം ഉണ്ടാക്കാം, ഇതിന്റെ തൊണ്ടും കൊണ്ട്. പിന്നെ ജ്യൂസ് ഉണ്ടാക്കാം, സ്ക്വാഷ് ഉണ്ടാക്കാം, വായുവായിട്ടുള്ള സാധനങ്ങളും കൂടുതൽ. അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ തൊണ്ടും കാര്യങ്ങളും എല്ലാം ഉപകാരപ്പെടും. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് സാധാരണ ഒരു ജാതി സ്ഥലത്ത് ഇപ്പൊ ഉണ്ടെങ്കിൽ 2 ഉണ്ടെങ്കിൽ അത് പറിച്ച് കളഞ്ഞിട്ട് ഇത് നട്ടാൽ പോലും ലാഭമാണ്. പലരും അങ്ങനെ വെട്ടി കളഞ്ഞിട്ട് ഇപ്പൊ തൈ മേടിച്ചോണ്ട് അതിന്റെ അടുത്ത് നടുന്നുണ്ട്. അപ്പൊ പിന്നെ കേട്ട ഒരു ഇതാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം ഇതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് പറഞ്ഞു. അപ്പം ചേട്ടൻ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് കൃഷി വകുപ്പിന്നൊക്കെ ഉള്ള സഹകരണം? എങ്ങനെയാണ്? കൃഷി നല്ല സഹകരണമുണ്ട്. അവരുടെ കൃഷിഭവന്റെ മാസികയിലൊക്കെ നമ്മൾ ഇതിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടുന്നൊക്കെ കേരളത്തിൽ നിന്ന് എവിടുന്നൊക്കെ വരാറുണ്ട്? എല്ലാ ജില്ലകളിൽ നിന്നും വന്ന് മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഫാബ് എന്നുള്ള ഇനം ആ ഒരു പേരിലാണ് നഴ്സറിക്കാരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? നഴ്സറിക്കാർ വന്നിട്ടുണ്ട്, പക്ഷേ നഴ്സറിക്കാർക്ക് കൊടുക്കാറില്ല. നമ്മൾ ഇവിടുന്ന് ബഡ് ചെയ്ത് നമ്മളിവിടെ തന്നെ കൂടുതലും. അപ്പൊ അവര് ഇപ്പം വരുന്നവർ നേരിട്ട് കണ്ടിട്ട് മേടിച്ചാൽ മതി. നമ്മളിപ്പോ കായ്ക്കുന്ന മരം കണ്ടിട്ട് മേടിക്കാൻ ഒരു ബോധ്യപ്പെട്ട് മേടിച്ചാൽ മതി എന്ന് ഓർത്താണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളൊരു ബഡ് തൈ ഇവിടുന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര വർഷം കായാകുന്നു? നന്നായിട്ട് നോക്കിയാൽ 3-ാം വർഷം തൊട്ട് കായ്ക്കും. 3-ാം വർഷം കായ്ക്കുന്നുണ്ട്. ഇപ്പം ഒരു വർഷം ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞാൽ ഒരു 5 വർഷം പ്രായമുള്ള ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു വർഷം എത്രത്തോളം പത്രം ലഭിക്കായിരിക്കും? കിലോ എണ്ണം പറയുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശം ഒരു 2000-2500 എണ്ണം കാ കിട്ടുന്നത്. അപ്പൊ ഒരു കായ്ക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു 5 രൂപ കിട്ടും. ഏറ്റവും കുറഞ്ഞത് ഒരു കായ്ക്ക് ഒരു 5 രൂപ കിട്ടും. അപ്പൊ നമുക്ക് ഒരു വർഷം ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു ജാതിയിൽ നിന്ന് ഏകദേശം എത്രത്തോളം വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഏകദേശം ഒരു 5 വർഷമായ ജാതിയിൽ ഇപ്പൊ നമുക്ക് നിലവിൽ നിൽക്കുന്നതിൽ ഒരു 10,000-15,000 15,000 ഒരു വർഷം നമുക്ക് ഏറ്റവും മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം ബാക്കിയുള്ള നാണ്യങ്ങളായ റബ്ബറാണെങ്കിലും ഒക്കെ നമുക്ക് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതുപോലെ 1-2 ജാതി ഒരു പറമ്പിലുണ്ടെങ്കിൽ ഒരു സുഖമായിട്ട് ഒരു വരുമാനം എല്ലാ വർഷവും ഒരുമാതിരി മീഡിയം രീതി കായ്ക്കും. ഇതിപ്പം ഏത് മാസമായിരിക്കും ഏറ്റവും കൂടുതൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. ആഗസ്റ്റ് ആകുമ്പോഴേക്കാണ് ഏറ്റവും കൂടുതൽ പറിക്കുന്നത്. ഇത് മറ്റു ജാതിയേക്കാളും ഇച്ചിരി താമസം ആവുള്ളൂ കാ വരുന്നത്. മറ്റേതിപ്പോ ഒരു ജൂണിൽ പോയിട്ട് ജൂൺ, ജൂലൈക്കാണ്.